ചെന്നൈ സൂപ്പർ കിങ്സ്, കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട്, ഓയോ ഇതുപോലുള്ള അൺലിസ്റ്റഡ് ആയിട്ടുള്ള ഷെയർസ് മേടിച്ച് അത്യാവശ്യം ലാഭം ഉണ്ടാക്കാൻ നോക്കിയാലോ? ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അൺലിസ്റ്റഡ് ആയിട്ടുള്ള ഷെയർസോ ഇതെങ്ങനെ നമ്മളെ കൊണ്ട് മേടിക്കാൻ പറ്റുമെന്ന്. എങ്കിൽ അതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇന്ന് പഠിക്കാൻ പോകുന്നത്. മൈസെൽഫ് നിതിൻ നായർ, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ഫിനാൻസ് ബൈ നിതിൻ. ആദ്യം ഒരു കമ്പനി എങ്ങനെയാണ് പബ്ലിക്കലി ലിസ്റ്റഡ് ആവുന്നതെന്ന് നമുക്ക് നോക്കാം. അതായത് ഒരു കമ്പനിയുടെ കയ്യിൽ അത്യാവശ്യം കുറച്ച് എക്സ്പാൻഡ് ആവാനുള്ള ഐഡിയാസ് ഉണ്ട്, പക്ഷെ അവരുടെ കയ്യിൽ ഫണ്ടിന് കുറച്ച് ഷോർട്ടേജ് ഉണ്ട്. അപ്പോൾ അവർ തീരുമാനിച്ചു അങ്ങനെയാണെങ്കിൽ നമ്മുടെ കമ്പനിയുടെ കുറച്ച് ഷെയർസ് നമുക്ക് പബ്ലിക്കിന് കൊടുക്കാം. അതാകുമ്പോൾ എന്താണ്, പബ്ലിക് റീറ്റെയിൽ ട്രേഡേഴ്സും ഇൻവെസ്റ്റേഴ്സും എല്ലാവരും മേടിക്കുമ്പോൾ അവർക്ക് പൈസ കിട്ടുകയും ചെയ്യും, അവർക്ക് കമ്പനി കുറച്ച് എക്സ്പാൻഡ് ചെയ്യാനും പറ്റും. സോ ഈ പ്രോസസ്സിന് പറയുന്ന ഒരു പേരാണ് IPO, ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ്. അതായത് ഒരു കമ്പനിയുടെ ഇത്രത്തോളം ഷെയർസ് ഉണ്ട്, അതിൽ ഫിക്സഡ് ആയിട്ട് ഒരു പെർസെന്റേജ് ഓഫ് ഷെയർസ് മാത്രം അവർ പബ്ലിക്കിന് കൊടുക്കാൻ തീരുമാനിച്ചു. പബ്ലിക് മേടിക്കുമ്പോൾ എന്താണ്, പബ്ലിക്കിന് ആ ഷെയർസ്, ആ കമ്പനിയുടെ ഷെയർസ് കിട്ടുകയും ചെയ്യും, അവിടുത്തെ പാർട്ട്നേഴ്സ് അതായത് കമ്പനിയുടെ പാർട്ട്നേഴ്സിന് പൈസ കിട്ടുകയും ചെയ്യും, അവർക്ക് എക്സ്പാൻഡ് ചെയ്യാനും പറ്റും. സോ ഇങ്ങനെ സംഭവം വഴി നടക്കുമ്പോഴാണ് ഒരു കമ്പനി പബ്ലിക്കലി ലിസ്റ്റഡ് ആയിട്ട് നമുക്ക് മാർക്കറ്റിൽ, അതായത് സപ്പോസ് റിലയൻസ് ആവട്ടെ, HDFC ബാങ്ക് ആവട്ടെ, ICICI ആവട്ടെ, ഇതെല്ലാം നമുക്ക് വാങ്ങാനും വിൽക്കാനും എല്ലാം പറ്റുന്നത് ഈ ഒരു പ്രോസസ്സിലൂടെ ഒരു കമ്പനി വന്നതിന് ശേഷം മാത്രമാണ്. ഇനി രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് അൺലിസ്റ്റഡ് ഷെയർസ് ആണ്. അതായത് ഒരു കമ്പനി അത്യാവശ്യം വളർന്നുകൊണ്ടിരിക്കുകയാണ്, അവർ തീരുമാനിച്ചു നമ്മുടെ ഈ കമ്പനി അത്യാവശ്യം പബ്ലിക്കലി ലിസ്റ്റഡ് ആക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയാണെന്നാണെങ്കിൽ അവിടുത്തെ അത്യാവശ്യം ഫാമിലിത്തെ ആൾക്കാരോ അല്ലെങ്കിൽ ആ കമ്പനിയുടെ പാർട്ട്നേഴ്സ് മാത്രമായിരിക്കും ആ ഒരു പെർട്ടിക്കുലർ കമ്പനിയുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ട് ഉണ്ടാവുക. സോ നമ്മൾ ഇതിനെ പറയുന്നൊരു പേരാണ് പ്രൈവറ്റ് ഇക്വിറ്റി എന്ന് പറയും. ഈ പ്രൈവറ്റ് ഇക്വിറ്റി നമുക്ക് ഈ സാധനങ്ങൾ മേടിക്കാനും വിൽക്കാനും ആദ്യകാലങ്ങളിൽ വളരെയധികം ബുദ്ധിമുട്ടുമായിരുന്നു, വളരെയധികം എക്സ്പെൻസീവ് ആയിരുന്നു. ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും പൈസ കൊടുത്താൽ മാത്രമായിരുന്നു ഓരോ ലോട്ട് നമ്മളെ കൊണ്ട് മേടിക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഇപ്പോൾ ആസ് ഓഫ് നോ ടെക്നോളജി അഡ്വാൻസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വെറും ആയിരങ്ങൾ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഓരോ ലോട്ടും ഇതുപോലുള്ള പ്രൈവറ്റ് ഇക്വിറ്റി ആയിട്ടുള്ള അൺലിസ്റ്റഡ് കമ്പനീസുകൾ നമ്മളെ കൊണ്ട് മേടിക്കാൻ പറ്റുന്നതാണ്. നമ്മൾ ഈ അൺലിസ്റ്റഡ് ഷെയർസും സംസാരിക്കുമ്പോഴും അതേപോലെ തന്നെ IPO കുറിച്ച് സംസാരിക്കുമ്പോഴും വളരെയധികം കേൾക്കുന്ന ഫെമിലിയർ ആയിട്ടുള്ള ടേമാണ് ഗ്രേ മാർക്കറ്റ് എന്ന് പറയുന്നത്. അതായത് ട്രേഡേഴ്സ്, ഇൻവെസ്റ്റേഴ്സ്, ബ്രോക്കേഴ്സ് വന്ന് അൺലിസ്റ്റഡ് ആയിട്ടുള്ള ഷെയർസ് മേടിക്കാനും വിൽക്കാനും പറ്റുന്ന ഒരു സ്ഥലത്തിന്റെ പേരാണ് ഗ്രേ മാർക്കറ്റ് എന്ന് പറയുന്നത്. സോ അതേപോലെ തന്നെ മേ ബി നിങ്ങൾക്ക് ഇപ്പോൾ ഡൗട്ട് തോന്നിയേക്കാം, നമ്മളിപ്പോൾ ഇങ്ങനത്തെ കമ്പനീസ്, അതായത് ലിസ്റ്റഡ് അല്ലാത്ത കമ്പനീസിൽ നമ്മളിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്ത് നമുക്ക് എന്ത് ലാഭമാണ് ഉണ്ടാവാൻ പോകുന്നത്? ഓക്കെ, നമുക്ക് നോക്കാം. ഒരു കമ്പനിയുടെ പ്രൈസ് ഒരു 300 രൂപയാണ്. ആ കമ്പനി നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ചാൻസ് ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ എന്താണ്, ആ കമ്പനി ലിസ്റ്റഡ് അല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ അൺലിസ്റ്റഡ് ആയിട്ടുള്ള ഷെയർ എനിക്ക് മേടിക്കാൻ പറ്റുള്ളൂ. ഞാനപ്പോൾ 300 രൂപ കൊടുത്ത് ആ ഒരു ഷെയർ മേടിച്ചു, അല്ലെങ്കിൽ ഒരു ലോട്ട് ഞാൻ മേടിച്ചു എന്ന് വിചാരിക്കുക. അത് അത്യാവശ്യം കുറച്ച് ഗ്രോത്ത് വന്നുകൊണ്ട് ഒരു 300 നിന്ന് ഒരു 400 500ലേക്ക് എത്തി. ഒരു പോയിന്റിൽ കമ്പനി തീരുമാനിക്കുകയാണ് എന്നാൽ പിന്നെ നമുക്ക് നമ്മുടെ ഈ കമ്പനീനെ ലിസ്റ്റഡ് ആക്കാം, നമുക്കിത് മാർക്കറ്റിലേക്ക് ഇത് ലിസ്റ്റ് ചെയ്യാം, പബ്ലിക്കലി ലിസ്റ്റഡ് ആക്കാമെന്ന് വിചാരിച്ച് അവർ മേ ബി ഒരു IPO ത്രൂ വഴി പോകുമ്പോൾ മേ ബി അവർ കൊടുക്കുന്ന ഒരു പ്രൈസ് മേ ബി 1000 റുപ്പീസോ സംതിങ് ആവാം. അപ്പോൾ ഒരുപാട് ആൾക്കാർ മേടിച്ച് വന്നു കഴിഞ്ഞാൽ തന്നെ എന്താണ്, ഒബ്വിയസ്ലി അതിന്റെ പ്രൈസ് മേലോട്ട് പോവുകയും ചെയ്യും. ലിസ്റ്റ് ആകുമ്പോൾ തന്നെ നമുക്ക് നല്ല രീതിയിൽ ലാഭം ഉണ്ടാക്കാൻ പറ്റും. അതായത് ഒരു കമ്പനി അൺലിസ്റ്റഡ് ആയി നിൽക്കുമ്പോൾ തന്നെ അതിന് പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന് മനസ്സിലാക്കി ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അത്യാവശ്യം മേലോട്ട് പോകുന്നുണ്ടെങ്കിൽ ലാഭം കിട്ടുകയും ചെയ്യും. പബ്ലിക്കലി ലിസ്റ്റഡ് ആയിട്ട് ഒരു ഹയർ പ്രീമിയത്തിൽ ഒരു ഓപ്പണിംഗ് വരികയാണെങ്കിൽ എനിക്ക് വീണ്ടും അവിടെ ലാഭം കൂടുന്നു മാത്രമേ ഉള്ളൂ. ഇപ്പം നിങ്ങൾ വിചാരിക്കും എന്നാൽ പിന്നെ നമുക്ക് ലാഭം ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുമല്ലോ. പക്ഷേ ഇതേപോലെ തന്നെ ഓപ്പോസിറ്റും നടക്കാം. ഞാനൊരു കമ്പനി മുന്നോട്ട് പോകുമെന്ന് വിശ്വസിച്ച് ഞാൻ മേടിച്ച് കഴിഞ്ഞ് ആ കമ്പനി അത്യാവശ്യം ഒരു ഡൗൺഫോളിലേക്ക് പോയി കഴിഞ്ഞ് സപ്പോസ് ഒരു IPO കൊടുക്കുമ്പോൾ അതുപോലും ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാതെ അത് ഓപ്പൺ ആകുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഡൗൺ ആയിട്ടാണ് ഓപ്പൺ ആവുന്നതെന്നാണെങ്കിൽ എനിക്ക് നഷ്ടം വരാനുള്ള ചാൻസസും വളരെയധികം കൂടുതൽ തന്നെയാണ്. സോ മേ ബി നിങ്ങൾക്ക് ഇനി തോന്നുന്ന അടുത്ത ഡൗട്ട്, എങ്ങനെയാണ് ഈ അൺലിസ്റ്റഡ് ആയിട്ടുള്ള ഷെയർസിന് മേടിക്കാനും വിൽക്കാനും പറ്റുന്നുള്ളത്? അങ്ങനെ നോക്കുകയാണെങ്കിൽ തന്നെ പ്രിസൈസ്, അൺലിസ്റ്റഡ് സോൺ ഇതുപോലുള്ള വെബ്സൈറ്റ് വഴി നിങ്ങൾ ലോഗിൻ ചെയ്യുകയാണെന്നാണെങ്കിൽ നിങ്ങളെ കൊണ്ട് ഈ അൺലിസ്റ്റഡ് ആയിട്ടുള്ള ഷെയർസ് വാങ്ങാനും വിൽക്കാനും പറ്റുന്നതാണ്. എക്സാമ്പിൾ, ഞാൻ പ്രിസൈസിൽ ഇപ്പോൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും CSK, ടാറ്റ ക്യാപിറ്റൽ, ഓയോ, കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ഇതുപോലുള്ള പലതായിട്ടുള്ള അൺലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനീസ് നമുക്ക് അവിടെ മേടിക്കാനും വിൽക്കാനും പറ്റുന്നതാണ്. ഞാനിപ്പോൾ എക്സാമ്പിളിന് ടാറ്റ ക്യാപിറ്റൽ എടുത്തു. ഒരു ഷെയറിന്റെ വാല്യൂ ഒരു പറയുന്നത് ഇപ്പോൾ ആസ് ഓഫ് നൗ ഗ്രേ മാർക്കറ്റിൽ 872 റുപ്പീസ് ആണ്. അതായത് ഒരു ലോട്ടിൽ 12 ക്വാണ്ടിറ്റീസ് ഉണ്ട്. സോ ഓൾമോസ്റ്റ് ഒരു 10,000 റുപ്പീസ് ഉണ്ട് എന്നാണെങ്കിൽ എനിക്ക് ഒരു ലോട്ട് ടാറ്റ ക്യാപിറ്റൽ ഇവിടുന്ന് മേടിക്കാൻ പറ്റുന്നതാണ്. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അങ്ങനെ ഇതെല്ലാം വളരെയധികം എളുപ്പമല്ലേ, വേഗം നമുക്ക് കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്ത് ലാഭം ഉണ്ടാക്കിയാലോ എന്നുള്ളത്. പക്ഷെ പറയാനുള്ളൊരു ഡ്രോബാക്ക് ആയിട്ട് ഇതിന് ഒരു ഗവർണിംഗ് ബോഡി ഇല്ല. അതായത് ലിസ്റ്റഡ് ആയിട്ടുള്ള ഷെയർസ്, അതായത് നമ്മൾ മാർക്കറ്റിൽ കാണുന്ന HDFC, റിലയൻസ് ഇതെല്ലാം ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനീസ് ആണ്. ഇത് മാനേജ് ചെയ്യാനുള്ള ഒരു ഗവർണിംഗ് ബോഡിയാണ് SEBI. പക്ഷെ ഇവിടെ അൺലിസ്റ്റഡ് ഷെയർസ് ആയതുകൊണ്ട് ഇവിടെ ഒരു ഗവർണിംഗ് ബോഡി ഇല്ല. അതേപോലെ തന്നെ പ്രൈസിന് ഉണ്ടാവാൻ പോകുന്ന ഫ്ലക്ച്വേഷൻസ് വളരെയധികം കൂടുതലായിരിക്കും. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസ പോലും നിങ്ങൾക്ക് അവിടെ നഷ്ടം വരാനുള്ള ചാൻസസും കൂടുതലാണ്. സോ ഒബ്വിയസ്ലി നിങ്ങൾ ഇങ്ങനത്തെ കമ്പനീസ് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെന്നാണെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള റിസർച്ച് നടത്തിക്കൊണ്ട് പൊട്ടൻഷ്യലി മേലോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. മേ ബി നിയർ ബൈ ആയിട്ട് ഈ കമ്പനീസ് മേ ബി ലിസ്റ്റഡ് ആവാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ, കോൺഫിഡന്റ് ആവണമെങ്കിൽ മാത്രം ഇങ്ങനത്തെ കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്താൽ മതി. ഇതുപോലെ ഇൻഫോർമേറ്റീവ് വീഡിയോസിന് വേണ്ടി നമ്മുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, ഫ്രണ്ട്സ് ആയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.